എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്ത് സാലറി വാങ്ങിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിംഗ് വെബ് ഡെവലപ്മെൻറ്റ് പഠിച്ചത്. പിന്നീടാണ് മനസ്സിലായത് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിയും കൂടെ വേണമെന്ന്. അതിൽ ഞാൻ ഭയങ്കര ഒരു തോൽവിയായിരുന്നു. പിന്നെ ഞാൻ അവസാനം ചൂസ് ചെയ്തത് ടീച്ചിങ് ആയിരുന്നു. ഏറ്റവും മടിച്ചായ ഞാൻ അവസാനം ഒരു ടീച്ചറായി. പിള്ളേർക്ക് വന്നിട്ട് എല്ലാ ദിവസവും പറയും, എല്ലാ ദിവസവും സ്കൂളിൽ വരണം, മടി കാണിക്കരുതെന്ന്. ഈ ടീച്ചറായ ഞാൻ പോലും സ്കൂളിൽ ചെന്നുകൊണ്ടിരുന്നത് മമ്മി നിർബന്ധിച്ച് പൊക്കി വിട്ടിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചില പാരൻസൊക്കെ പറയും, ഭയങ്കര മടിയാ മിസ്സേ സ്കൂളിലോട്ടൊക്കെ വരാനൊന്നും മിസ്സ് പറയണം കേട്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വരാറ്. ഞാൻ വലിയൊരു മടിച്ചിയാണ്. ഈ മടിച്ചിയാണ് ഈ പിള്ളേർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെയുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വെറുതെ വീട്ടിലിരിക്കുക, സാലറി ഇങ്ങനെ ഓരോ മാസവും കിട്ടുക. അതൊരു നല്ല ഒരു സ്കീമായിരുന്നു. അങ്ങനെ ആരെങ്കിലും തന്നിരുന്നെങ്കിൽ സൂപ്പറായേനെ. ഈ ജോലിക്ക് പോകാനും ഒക്കെയുള്ള മടി കാരണമാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ യൂട്യൂബിലെ ആള് മമ്മിയായിരുന്നു. മമ്മി വെച്ചുകൊണ്ട് ഞാൻ അങ്ങ് കുറേ കാശ് ആക്കുന്നു, കാറ് വാങ്ങുന്നു, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അവസാനം മമ്മി എന്ത് ചെയ്തു, പിന്നെയും സബ്സ്ക്രൈബേഴ്സ് വന്നത് മമ്മിയുടെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും. പിന്നെ മമ്മിക്ക് തന്നെ ഒരു മടിയായിപ്പോയി. എൻ്റെ കുക്കിംഗ് തീർന്നത്രേ. മമ്മിക്ക് ഇനി കൂടുതലൊന്നും കുക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് മമ്മി ഇതിനകത്തുനിന്ന് ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെയാണ് ഞാൻ വന്നത്. ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നെ കാണുമ്പോഴും എൻ്റെ ഇതൊക്കെ കാണുമ്പോഴൊക്കെ ഇവിടെ ആൾക്കാരിപ്പോൾ കയറി വരും, വ്യൂസ് ആവുന്നു. എന്നിട്ട് എൻ്റെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ ഓരോ മണിക്കൂറിലും ഒരാൾ, ഒരു മണിക്കൂറിൽ ഒരാൾ, രണ്ടാമത്തെ മണിക്കൂർ 2 പേര്, അങ്ങനെ 2-3 ദിവസം കൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് ഒരു 50 വ്യൂസെങ്കിലും വരും. ഞാനപ്പോൾ എപ്പോഴും ആഗ്രഹിക്കും ഇങ്ങനെ, ഈ ചില ആൾക്കാരുടെ വീഡിയോയുടെ താഴെ കണ്ടിട്ടില്ലേ 203K, 10K, 5K എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അങ്ങനെയൊക്കെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത് വെറും ആഗ്രഹമാകുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ ഡൗട്ട്. ഈ യൂട്യൂബിൽ നമുക്ക് ഈ മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടി 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ വേണമെന്നല്ലേ പറയുന്നത്. സബ്സ്ക്രൈബേഴ്സ് ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല, വിചാരിച്ചാൽ 1000 ആവുമായിരിക്കും. പക്ഷേ വാച്ച് അവർ, നമ്മുടെ ഈ മമ്മൂക്കയുടെ ഡാൻസ് പറയത്തില്ലേ, മമ്മൂക്ക തന്നെ പറയത്തില്ലേ, ഈ മറ്റേ അറ്റത്തിരിക്കുന്നൊരു കുട്ടിയാണെന്നോ അങ്ങനെ പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. യൂട്യൂബ് എന്ന് പറഞ്ഞ മഹാസാഗരത്തിൻ്റെ അറ്റത്ത് മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ 4000 വാച്ച് അവറിൽ 100 എങ്ങാണ്ട് ആയതേ ഉള്ളൂ എൻ്റെ. അത്രയ്ക്ക് വ്യൂസ് ഉള്ളത് കൊണ്ടാട്ടോ. ഇപ്പോൾ പിന്നെ യൂട്യൂബ് അത് അടുത്ത പരിപാടി തുടങ്ങുവാണ്. ഫെബ്രുവരി ആകുമ്പോഴേക്കും വാച്ച് അവർ 8000, സബ്സ്ക്രൈബേഴ്സിന് മാറ്റമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഈ 4000 തന്നെ ഞാൻ എങ്ങനെയാ കവർ ചെയ്യാന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബ് അടുത്ത പരിപാടി തുടങ്ങിയേക്കുന്നത്. പക്ഷെ എന്നെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്തായാലും യൂട്യൂബിനെ വിടാനും പോകുന്നില്ല. ഒരു 2018-ലോ 19-ലോ കണ്ട് ഞങ്ങൾക്ക് ബേക്കറി ഉണ്ടായിരുന്നു, ജോയ് ബേക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ബേക്കറിയിലേക്ക് മമ്മി കുറേ ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അന്ന് ചേട്ടൻ പറയുമായിരുന്നു, നമുക്ക് ചുമ്മാ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് മമ്മി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ ഒരു ചാനൽ പോലെ തുടങ്ങാമെന്ന്. അന്ന് ഞാൻ വീഡിയോ വരെ എടുത്തതാണ് താനും. പക്ഷെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞതുമില്ല. പിന്നെയല്ലേ യൂട്യൂബ് കത്തിക്കേറിയില്ലേ. ഇപ്പം ആലോചിക്കുമ്പോൾ എപ്പോഴും തോന്നും, അന്ന് ചേട്ടൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ. ഈ വർഷങ്ങൾ കുറച്ച് ബാക്കോട്ട് നമുക്ക് വിടാൻ പറ്റിയിരുന്നെങ്കിൽ ശരിക്കും ഞാനായിരിക്കും ഫസ്റ്റ് യൂട്യൂബർ. ഓക്കെ, യൂട്യൂബ് എങ്ങനെയാക്കിയെന്ന് വെച്ച് ഞാൻ തളർന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ഫേസ്ബുക്കിലും കൂടെ അക്കൗണ്ട് തുടങ്ങി. അത് അലോഷിയാട്ടോ തുടങ്ങിയത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇനി കത്തിക്കാം, ഫേസ്ബുക്ക് നമുക്ക് കുറേ കാശ് കിട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ഇതാ ഫേസ്ബുക്കും കൂടെ അടുത്ത പരിപാടി തുടങ്ങിയേക്കുന്നു. അവിടെ ഇനി വാച്ച് അവർ വരാൻ പോവാത്രേ. ഞാൻ എവിടെ കലാപരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്നാണ്. എവിടെ പോയി തുടങ്ങിയാലും ഇങ്ങനെ തന്നെയാണ്. ഈ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ഒരു ചാനൽ തുടങ്ങി അപ്പം തന്നെ അവർക്ക് മോണിറ്റൈസേഷനുമായി എല്ലാം സെറ്റ് ചെയ്തു. എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ തുടങ്ങി വെച്ചിങ്ങനെ 1-2 വ്യൂസും 50 വ്യൂസൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അവസാനം ഞാൻ പിന്നെയും ടീച്ചിങ്ങിലേക്ക് തന്നെ പോകേണ്ടി വരും.
സത്യം പറഞ്ഞാൽ ടീച്ചിങ് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. ഈ പിള്ളേരെ നമ്മൾ ടീച്ചറെന്ന് വിളിക്കുന്നു, ആൾക്കാരൊക്കെ നമ്മൾ ടീച്ചറെ എങ്ങോട്ടാ അങ്ങനെയൊക്കെ പറയുന്നു, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ തന്നെ. പക്ഷേ വേറെ ലൈഫ് കൊള്ളൂല. രാത്രി ആയാലും എന്തായാലും പാരൻസ് വിളിക്കും. എല്ലാ സ്കൂളിലും ടീച്ചേഴ്സിന് ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ചില സ്കൂളുകളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് പാരൻസിനും പിള്ളേർക്കുമാണ്. ഓക്കെ, പിള്ളേർക്ക് തന്നെ ആയിരിക്കണം എപ്പോഴും. പക്ഷേ ഈ ടീച്ചേഴ്സും സാറുമാരൊക്കെ വീട്ടിലും വേറെ റോളും ഉണ്ട് അവർക്ക്. അപ്പോൾ അത് നോക്കാതെ ചില പാരൻസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മളോട് മാനേജ്മെൻറ്റ് പറയുകയും ചെയ്യും, ഫോണൊക്കെ എടുക്കണം, അവരുടെ സംശയങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു ഫാമിലി ഉണ്ടെന്നും കൂടെ ആരും ഓർക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ ഞാൻ വർക്ക് ചെയ്ത സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പിള്ളേർ ഫീസ് അടപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിലെ പിള്ളേരാണോ ഫീസ് നന്നായിട്ട് അടയ്ക്കുന്നത് ആ ക്ലാസ്സിലെ മിസ്സായിരിക്കും നല്ല ബെസ്റ്റ് മിസ്സ്. അല്ലാതെ പഠിപ്പീരിനൊന്നും ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പാരൻസിനാണെങ്കിൽ പോലും 100-ൽ 100 ആ ഒരു മാർക്ക് കിട്ടുന്നതാണ് സന്തോഷം. അല്ലാതെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് മിസ്സിൻ്റെ കുഴപ്പമാണ്, മിസ്സ് പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ്, അങ്ങനത്തെ ഒരു സമൂഹമായിട്ടുണ്ട് ഇപ്പോഴത്തെ പാരൻസൊക്കെ. പിന്നെ നമുക്കും സത്യം പറഞ്ഞാൽ പേടിയാണ്. ഇവരെ കണ്ടുകൊണ്ട് നമുക്കും ഭയങ്കര പ്രശ്നങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് ജെന്യൂനായിട്ട് ഇടാനും പറ്റുന്നില്ല. ഞാനിനി കാട് കയറി അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ ഇച്ചിരി മടുത്തത്. പറഞ്ഞ് കുറേ അങ്ങ് കാട് കയറിപ്പോയി. എൻ്റെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ശരിക്കും ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു ഉച്ച മുതൽ പിറ്റേ ദിവസം ഉച്ച വരെയാണ് എൻ്റെ ഒരു ദിവസം. അപ്പോഴേ എല്ലാം എനിക്ക് ടൈം ടേബിൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാച്ചുവിനെ ഇന്ന് പെട്ടെന്ന് തന്നെ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അവനൊരു ചെറിയ അലർജി പോലെ, എനിക്കിച്ചിരി ഈ മീറ്റൊക്കെ അലർജി ഉള്ള കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ അവന് ചോറ് കൊടുത്തപ്പോൾ ഇച്ചിരി ഗ്രേവി ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവന് ചെറുതായിട്ട് ഇങ്ങനെ പൊളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വല്ല പ്രാണിയും കടിച്ചതായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ കുറവ് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ കുളിപ്പിക്കാനെടുത്തപ്പോൾ അവൻ്റെ ദേഹത്തൂടെയൊക്കെ പിന്നെയും കൂടി വന്നു. അപ്പോൾ പിന്നെ ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട, ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ച് വരും. പക്ഷെ ഞാനും പാച്ചുവും ഊബറിനാണ് പോകുന്നത്. പിന്നെ പാച്ചുവിനെ ഡോക്ടറെ കാണിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മീറ്റൊന്നും ഇപ്പോൾ കൊടുക്കണ്ട, ഗ്രേവി ആണെങ്കിൽ പോലും ഇപ്പോൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു കുട പോലും ഇല്ല. പിന്നെ അവസാനം അമ്മുൻ്റെ ഒരു പോപ്പിൽ കൂടെ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഓട്ടോയ്ക്ക് കയറിയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും ഞാൻ വരും, വീഡിയോ ഇടുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.